ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിപ്പീസ് ഡയറീസ്. ഇന്നത്തെ താരം ഇവരാണ്. എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ല, വേറെ ഒന്നുമല്ല, മാംഗോ ചീസ് കേക്ക്. വളരെ എളുപ്പമാണ് കേട്ടോ. അത്ര വലിയ ബേക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഷടപടേന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. മാംഗോ പീൽ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് പാനിൽ ഒന്ന് ചൂടാക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത നമ്മുടെ പരിപാടി ജലാറ്റിനാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ജലാറ്റിനാണ് എടുക്കുന്നത്. 2 ടീസ്പൂണിന് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ജലാറ്റിൻ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, പെട്ടെന്ന് സ്റ്റിഫാവും. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ഈ പൊടിക്കുന്നതാണ് നമ്മുടെ ബേസ് ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ആരോ റൂട്ടോ ഗുഡ്ഡയോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സോ എന്ത് വേണമെങ്കിലും എടുക്കും. അതിൽ ബട്ടറും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഈ ഒരു പരുവമാവണം. അതിൻ്റെ സെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ ഏത് പാനിലാണോ നമ്മളിത് ചെയ്യുന്നത് ആ പാനിലോട്ട് ഇത് ആദ്യത്തെ ബേസ് നമ്മൾ സെറ്റാക്കി വെക്കണം. കണ്ടില്ലേ, ഇതുപോലെ. ഇനി അടുത്തത് സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്. അൺസ്വീറ്റൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റൻഡായി കിട്ടുവാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ പഞ്ചസാര പ്ലസ് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ഒന്നുമല്ല നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റാർ ഇന്നത്തെ ക്രീം ചീസാണ്. ഇത് 250 ഗ്രാമിൻ്റെ ആണ്. ഞാൻ അതിൻ്റെ ഒരു പകുതിയേ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്താൽ മതി. അതും കൂടെയൊക്കെ ചേർത്ത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ജലാറ്റിൻ, അത് കട്ടിയായിരുന്നു. ഞാൻ ഒന്ന് മൈക്രോ ഓവനിൽ വെച്ചിട്ടൊന്ന് ഓക്കെ ആക്കിയപ്പോഴത്തേന് അത് കുഴപ്പമില്ലാതെ വന്ന് ഞാൻ അതുകൊണ്ട് ബീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ലൂസാക്കരുത് എന്ന്. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമുക്കത് അത്ര സ്റ്റിഫായി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ബീറ്റ് ചെയ്യാതെ ആ പൾപ്പും കൂടെ ഒഴിച്ച് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെച്ചത്. അത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ബേസ്. ഇത് ഈ ബിസ്ക്കറ്റിൻ്റെ ബേസ് നമ്മളൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജ് വെക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ലെയർ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം നല്ലോണം വടിച്ച് ഞാനത് ലെയർ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തു. ചീസ് കേക്ക് ഫാനൊന്നും അല്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേ ടൈമിൽ എനിക്ക് അതാണ് ഓർഡർ ചെയ്തത്. അങ്ങനെയാണ് ഞാനത് കഴിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആട്ടോ. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ജലാറ്റിൻ നമുക്ക് ഇനി മൂന്നാമതൊന്ന് ലെയർ ചെയ്യണം. നമുക്ക് കുറച്ച് മാംഗോ പൾപ്പും കൂടെ ബാക്കി ഇരിപ്പുണ്ടല്ലോ. അപ്പം അതിനായിട്ട് ആ പൾപ്പും കൂടെ ഇട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ അഡീഷണലായിട്ട് ഷുഗർ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജലാറ്റിനും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ലെമണും കൂടെ ഒഴിക്കാം. ഞാൻ ലെമൺ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാംഗോക്ക് അത്ര പുളിയില്ല. അപ്പോൾ അതും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഏറ്റവും നമ്മുടെ 3rd ലെയർ സെറ്റ് ചെയ്ത് ഒരു 4 hours കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചീസ് കേക്ക് റെഡി. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.